ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നൊരു കവർ സോങ്ങിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യാം. എൻ്റെ ഫ്രണ്ട് ഫ്ലാഷ് എന്ന് പറഞ്ഞ വെബ് സീരീസിൻ്റെ ഒരു കവർ സോങ് ചെയ്തിരുന്നു, അതിൻ്റെ BGMൻ്റെ. ഞാൻ അവനോട് പറഞ്ഞു ഒന്ന് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് വീഡിയോ ഒന്നും അതിൻ്റെ ചെയ്യാൻ അറിയത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു തരാമെന്ന്. ആ വീഡിയോയിൽ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ട SVM മ്യൂസിക് പ്ലെയർ ഒക്കെ ആഡ് ചെയ്ത് ഒക്കെയാണ് നോക്കുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഇതാണ് ഷിൻസ് തോമസ്. എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചവനാണ്. അപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ മ്യൂസിക്കിനോട് ഭയങ്കര ഒരു ഭ്രാന്തായിരുന്നു. എന്നാൽ അന്നെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഫോണിലായിരുന്നു. അങ്ങനെ ലോക്ക്ഡൗണിൻ്റെ ആ സമയമായപ്പോഴത്തേക്കും കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു അവൻ ലാപ്പ് എടുത്ത് ലാപ്പിലോട്ട് പ്രൊഡക്ഷൻ മാറ്റി. എന്നാൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആവാൻ തുടങ്ങി. അങ്ങനെ 2024 അവൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങളൊരു മിഡി കീബോർഡ് കൊടുക്കുകയുണ്ടായി. ആ മിഡി കീബോർഡ് എത്തിയപ്പോഴത്തേക്ക് അവൻ്റെ പ്രൊഡക്ഷൻ കുറച്ചും കൂടി ബെറ്റർ ആവാൻ തുടങ്ങി. അങ്ങനെ അവൻ ബെറ്ററാക്കി അങ്ങനെ ഒടുക്കത്തെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിൽ നിന്ന് അവൻ നല്ലൊരു ട്രാക്ക് ചെയ്ത് എനിക്ക് അയച്ചത്. എന്നാൽ ആ ട്രാക്കാണ് ഇന്ന് നമ്മൾ വീഡിയോ സോങ് ആക്കാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് വീഡിയോ സോങ് ഉണ്ടാക്കാനുള്ള ഓഡിയോ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആൽബം ആർട്ട് ചെയ്യാൻ വേണ്ടി 2 വാൾപേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്, ഫ്ലാഷിൻ്റെ തന്നെ. ഒന്നിതും. അപ്പോൾ അത് നമുക്കിനി എഡിറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഓഡിയോ ഇമ്പോർട്ട് ചെയ്യാം. എൻ്റെ വീഡിയോ എഡിറ്ററിലേക്ക് ഞാൻ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഫൈനൽ കട്ട് പ്രോ ആണ്. ഈ ഒരു പോയിന്റ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നു, ഇൻട്രോയും സെറ്റ് ചെയ്യുന്നു. തൽക്കാലം ഇതിന് നമുക്ക് കണ്ടുപിടിക്കാൻ പാകത്തിന് എളുപ്പത്തിന് റോള് മാറ്റിയിടാം. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് വാൾപേപ്പർ ഇടാം. ഇങ്ങനെയാണ് വാൾപേപ്പർ. നമുക്കിതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് SVM മ്യൂസിക് പ്ലെയർ ഇടാം. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിരുന്നു, അത് ഐ ബട്ടണിൽ പിൻ ചെയ്തേക്കാം. അത് ജനറേറ്റേഴ്സിലാണ് അത് വരുന്നത്. ഇതാണ് മ്യൂസിക് പ്ലെയർ. ഈ പ്ലെയർ എടുക്കണോ? ഓക്കെ, ഇതങ്ങ് എടുക്കാം. നമുക്കിതിന് താഴെ കിടക്കുന്ന വാൾപേപ്പറിൻ്റെ ബ്ലെൻഡിങ് മോഡ് ഒന്ന് മാറ്റാം. ബ്ലെൻഡിങ് മോഡ് മാറ്റാം, ഒപ്പാസിറ്റി ഒന്ന് കൺട്രോൾ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ മാറ്റാം. നമുക്ക് രണ്ടാമത്തെ ഇമേജ് ഇമ്പോർട്ട് ചെയ്യാം. പ്ലെയർ ലോഡ് ചെയ്യാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ മ്യൂസിക് പ്ലെയർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മ്യൂസിക് പ്ലെയറിൽ ഇനി വേണ്ട ചേഞ്ചുകൾ വരുത്താം. നമുക്ക് ആൽബാർട്ടിന് വെച്ചിരുന്ന പടം ആഡ് ചെയ്യാം. നമുക്ക് ഇമേജിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ആൽബം ടൈറ്റിൽ എന്നുള്ളത് നമുക്ക് പാട്ടിൻ്റെ പേരങ്ങിടാം. ഇത് മതി. പിന്നെ ഇതിൻ്റെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ചുകൂടെ താഴോട്ട് അത് മാറ്റിയിട്ട് ഇവിടെ ക്രിയേറ്ററിൻ്റെ പേരിടുതാം, ഷിൻസ് തോമസ്. ഫോണിൻ്റെ സൈസ് ഒന്ന് കൂട്ടാം. അതിൻ്റെ പൊസിഷനും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നൈസായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ അങ്ങോട്ടിട്ട് അതിലേക്ക് വേണമെങ്കിൽ ബോർഡർ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഡണ്ണ്. കയ്യിൽ സോളിഡ് കിടക്കട്ടെ. ഹൈറ്റും വിഡ്ത്തും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ബോർഡർ റെഡിയായി. ഇനി നമുക്ക് ഇതിനൊരു എഫക്റ്റ് കൊടുക്കണം. അതായത് ഇങ്ങനെ ഒരു ആനിമേറ്റഡ് ഒരു ഇങ്ങനെ ബൗൺസ് ചെയ്ത് കളിക്കുന്ന ഒരു എഫക്റ്റ്, അതൊന്ന് തപ്പിയെടുക്കണം. നമുക്ക് നേരത്തെ രണ്ടാമത് ഇമ്പോർട്ട് ചെയ്ത ഇമേജ് തൽക്കാലം ഡിലീറ്റ് ചെയ്യാം. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിൻ്റെ ബൗൺസിങ് ഇത്തിരി ഹെവിയാണ്. അപ്പോൾ നമുക്കൊന്ന് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാം. കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്യണം. ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. ഇത് മതി. നമുക്കിനി ഇതിപ്പോൾ റെൻഡർ ചെയ്യാം. A few minutes later. അങ്ങനെ റെൻഡറിങ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ആനിമേറ്റഡ് ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്, പ്ലേ ബാക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട്, എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. ഇൻ പോയിന്റ് ഔട്ട് പോയിന്റ് സെറ്റ് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. നമുക്ക് ബെറ്റർ ക്വാളിറ്റി 1080p ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യാം. അങ്ങനെ ഇനിയിപ്പോൾ ഇത് എക്സ്പോർട്ട് ചെയ്യാനുള്ളത്, എക്സ്പോർട്ട് ചെയ്യും കഴിഞ്ഞ് ഞാനത് ഷിൻസിന് അയച്ചു കൊടുക്കുന്നതാണ്. ഷിൻസ് പിന്നീട് അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് ബാക്കി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ അപ്ഡേറ്റ് ഇടുന്നതാണ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.